തമിഴ്നാട്ടിൽ രാഷ്ട്രീയ എതിരാളികളുടെ പേടിസ്വപ്നമായി മാറാൻ ജയലളിത എന്ന മുഖ്യമന്ത്രിക്ക് ഒരൊറ്റ അറസ്റ്റ് കൊണ്ടാണ് സാധിച്ചത്. അത് മുൻ മുഖ്യമന്ത്രിയും DMK സ്ഥാപകനുമായ കരുണാനിധിയെ അറസ്റ്റ് ചെയ്തതോടെയാണ്. DMK ഭരണകാലത്ത് നിയമസഭയിൽ തന്റെ സാരി വലിച്ചു കീറിയ DMK നേതാക്കളുടെ നടപടിക്കുള്ള പ്രതികാരം കൂടിയാണ് ഭരണം കിട്ടിയപ്പോൾ ജയലളിത തീർത്തത്. അതിന് സമാനമായ നടപടിയിലേക്ക് മുഖ്യമന്ത്രി വിജയ് വരുന്നുവെന്ന സൂചനയാണ് കരുണാനിധി കുടുംബത്തിലെ പിന്തുടർച്ചാവകാശിയായ പ്രതിപക്ഷ നേതാവ് ഉദയനിധിക്ക് എതിരായ പോലീസ് നടപടിയെന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ഇപ്പോഴത്തെ അറസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് എന്നും സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള DMK നേതാക്കൾക്ക് എതിരെ വിവിധ വിഷയങ്ങളിൽ അണിയറയിൽ കുരുക്ക് തയ്യാറാകുന്നുണ്ട് എന്ന വിവരവും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ സിനിമയെ വെല്ലുന്ന രംഗങ്ങൾ മുമ്പ് പലതവണ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ വിജയാരൂപത്തിലേക്ക് ഇത്ര പെട്ടെന്ന് പോകുമെന്നും ആരും കരുതിയിരുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ സംഭവം നടി തൃഷയ്ക്കെതിരായ ഉദയനിധി നടത്തിയ ദ്വയാർത്ഥ പരാമർശമാണ്. തുടർച്ചയായി തന്നെയും തൃഷയെയും ചേർത്ത് ഒരു വിഭാഗം നടത്തുന്ന പ്രചരണത്തിൽ സഹികെട്ടാണ് വിജയ് അറസ്റ്റിന് നിർദ്ദേശം നൽകിയതെന്നാണ് TVK നേതൃത്വത്തിന്റെ നിലപാട്. സംഭവം എന്തായാലും തമിഴക രാഷ്ട്രീയത്തെ ആകെ പിടിച്ച് ഉലച്ചിട്ടുണ്ട്. ഉദയനിധിയെ കസ്റ്റഡിയിലെടുക്കാനായി DMK പ്രവർത്തകരെ അടിച്ചോടിച്ച് സിനിമാ സ്റ്റൈലിൽ പോലീസ് ഇപ്പോൾ കാണിച്ച ഹീറോയിസം മുമ്പ് തമിഴ്നാട് പലതവണ കണ്ടിട്ടുണ്ട് എന്നത് പഴയ ദൃശ്യങ്ങൾ സഹിതമാണ് സോഷ്യൽ മീഡിയകളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദയനിധിയുടെ മുത്തച്ഛൻ കരുണാനിധിയെ പണ്ട് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ഭരണകാലത്ത് പോലീസ് വീട്ടിൽ നിന്ന് വലിച്ചഴിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ദൃശ്യങ്ങളാണ് ഓർമ്മയിൽ കൊണ്ടുവരുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ പ്രമുഖ നേതാക്കളുടെ അറസ്റ്റുകൾ കേവലം നിയമനിർവഹണ നടപടികൾ എന്നതിലുപരി വലിയ രാഷ്ട്രീയ ഭൂകമ്പങ്ങൾക്കാണ് വഴി തെളിയിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലെ ഭരണമാറ്റങ്ങൾക്കൊപ്പം ആവർത്തിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രതികാര നടപടികളും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകളും ഇതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിമാരായ M കരുണാനിധി, ജയലളിത, മുൻ കേന്ദ്രമന്ത്രിമാരായ മുരശലി മാരൻ, P ചിദംബരം തുടങ്ങിയ പ്രമുഖരുടെ അറസ്റ്റുകൾ പോലീസിന്റെ അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചുള്ള നിരവധി ചർച്ചകൾക്ക് വഴിമരുന്ന് ഇട്ടിട്ടുണ്ട്. M കരുണാനിധിയുടെയും മുരശലി മാറിന്റെയും അർദ്ധരാത്രിയിലെ അറസ്റ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നാടകീയവും വിവാദപരവുമായ സംഭവങ്ങളിൽ ഒന്നുതന്നെയാണ്. 2001 ജൂൺ 30 പുലർച്ചെയാണ് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ കരുണാനിധിയെ ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേവലം ഭരണപരമായ ക്രമക്കേട് ആരോപിച്ചുള്ള ഈ നടപടി ഒരു സംസ്ഥാനത്തെ ക്രമസമാധാന സംവിധാനങ്ങൾ എങ്ങനെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഉപയോഗിക്കപ്പെടുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമായി മാറി. 2001 മേയിൽ നടന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIADMK വിജയിക്കുകയും ജയലളിത മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തതോടെയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. കരുണാനിധിയുടെ മുൻ ഭരണകാലത്ത് ചെന്നൈ നഗരത്തിൽ 10 മിനി ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ചതിൽ വൻ ക്രമക്കേട് നടന്നുവെന്നും സംസ്ഥാന ഖജനാവിൽ 12 കോടി രൂപയുടെ നഷ്ടം വരുത്തി വെച്ചു എന്നതുമായിരുന്നു പ്രധാന ആരോപണം. 2001 ജൂൺ 29 രാത്രി 9 മണിക്ക് ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷൻ കമ്മീഷണർ JCT ആചാര്യലു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെന്നൈ ക്രൈംബ്രാഞ്ച് CID FIR രജിസ്റ്റർ ചെയ്തു. പരാതി ലഭിച്ച മണിക്കൂറുകൾക്കകം തന്നെ യാതൊരുവിധ പ്രാഥമിക അന്വേഷണവുമില്ലാതെ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നു. ജൂൺ 30 പുലർച്ചെ 1:30 CBCID DIG മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം മൈലാപ്പൂരിലെ ഒലിവർ റോഡിലുള്ള കരുണാനിധിയുടെ വസതിയിൽ അതിക്രമിച്ചു കയറി. പുറത്തുനിന്നുള്ള ആശയവിനിമയം തടയുന്നതിനായി വീടുകളിലെ ടെലിഫോൺ ലൈനുകൾ പോലീസ് വിച്ഛേദിച്ചിരുന്നു. 77 വയസ്സുള്ള മുതിർന്ന നേതാവായ കരുണാനിധി 1-ാം നിലയിലെ കിടപ്പുമുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പോലീസ് വാതിൽ ബലമായി തുറന്ന് അകത്തു കയറി വസ്ത്രം മാറാൻ ആവശ്യപ്പെട്ടത്. തുടർന്ന് 1-ാം നിലയിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരുന്നതിനിടെ പോലീസുകാർ അദ്ദേഹത്തെ തള്ളിയിടുകയും ബലമായി വലിച്ചിഴക്കുകയും ചെയ്തു. ശരിയായ വസ്ത്രം ധരിക്കാൻ പോലും സ്വകാര്യത നൽകാതെ പെരുമാറിയ പോലീസിനോട് കരുണാനിധി പ്രതിഷേധിക്കുകയും അയ്യോ അവരെന്നെ കൊല്ലാൻ നോക്കുന്നെന്ന് ഉറക്കെ നിലവിളിക്കുകയും ചെയ്തു. പോലീസിന്റെ ബലപ്രയോഗവും കരുണാനിധിയെ അറസ്റ്റ് ചെയ്യുന്ന വാർത്തയും അറിഞ്ഞ് അദ്ദേഹത്തിന്റെ അനന്തരവനും അന്നത്തെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രിയുമായിരുന്ന മുരശലി മാരൻ ഉടനടി സ്ഥലത്തെത്തി. ഹൃദയ സംബന്ധമായ ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നതും പേസ് മേക്കർ ഘടിപ്പിച്ചതുമായ മാരൻ മുൻ മുഖ്യമന്ത്രിയോടുള്ള പോലീസിന്റെ ക്രൂരമായ പെരുമാറ്റത്തെ ശക്തമായി തന്നെ ചോദ്യം ചെയ്തു. തുടർന്നുണ്ടായ ഉന്തലും തള്ളലിലും മാരന് നേരെ പോലീസ് കടുത്ത ബലപ്രയോഗം നടത്തുകയും അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ കീറിപ്പോവുകയും ചെയ്തു. ഒരു ചാക്ക് പോലെ വലിച്ചെറിഞ്ഞാണ് മാറിനെ പോലീസ് വാഹനത്തിൽ കയറ്റിയതെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ വന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട അദ്ദേഹത്തെ ഉടൻ തന്നെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു പുറമെ സ്ഥലത്തെത്തിയ അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി TR ബാലുവിനെയും പോലീസ് കയ്യേറ്റം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചേർന്ന ഉടൻ തന്നെ മുരശലി മാറിന്റെ മകൻ കലാനിധി മാറിന്റെ ഉടമസ്ഥതയിലുള്ള സൺ TV ഈ ദൃശ്യങ്ങൾ നിരന്തരം സംരക്ഷണം ചെയ്തു. 77 വയസ്സുള്ള നേതാവിനെ പോലീസ് മർദ്ദിക്കുന്നതും വലിച്ചെഴുക്കുന്നതുമായ കാഴ്ചകൾ തമിഴ്നാട്ടിലുടനീളം വൻ പ്രതിഷേധത്തിന് കാരണമായി. സിറ്റി പോലീസ് കമ്മീഷണർ K മുത്തുക്കറുപ്പൻ പത്രസമ്മേളനം വിളിച്ച് കരുണാനിധിയെ സ്വന്തം വീട്ടിലുള്ള ആരോ ആണ് തള്ളിയിട്ടതെന്ന് അവകാശപ്പെട്ടുവെങ്കിലും ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച 100-ലധികം മാധ്യമ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോലീസിന്റെ നടപടിയുടെ വിശ്വസനീയത പൂർണ്ണമായും തകർത്തു. 2001 2 കേന്ദ്രമന്ത്രിമാർ ആക്രമിക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ
അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കടുത്ത അമർഷം രേഖപ്പെടുത്തുകയും തമിഴ്നാട് സർക്കാരിനോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. കേന്ദ്ര നിർദ്ദേശപ്രകാരം തമിഴ്നാട് ഗവർണറും മുൻ സുപ്രീം കോടതി ജഡ്ജിയുമായ എം ഫാത്തിമ ബീവി സമർപ്പിച്ച റിപ്പോർട്ട് പക്ഷപാതപരമാണെന്ന് കണ്ട കേന്ദ്ര മന്ത്രിസഭ ഗവർണറെ തിരിച്ചു വിളിക്കാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്തു. ഇതേ തുടർന്ന് ഫാത്തിമ ബീവിക്ക് ഗവർണർ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഈ അറസ്റ്റുകൾക്ക് കാരണം ജയലളിതയുടെ പകയായിരുന്നു എന്നതാണ് അന്നുയർന്ന ആരോപണങ്ങളിൽ ഒന്ന്. അതിന് കാരണമായ സംഭവം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ മറ്റൊരു കേസാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിന് തുടക്കം കൂടിയായിരുന്നു 1996 ഡിസംബറിൽ AIADMK ജനറൽ സെക്രട്ടറി ജയലളിതയുടെ അറസ്റ്റ്. 1991 മുതൽ 1996 വരെയുള്ള തന്റെ ആദ്യ മുഖ്യമന്ത്രി ഭരണകാലത്ത് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 45,302 കളർ ടെലിവിഷൻ സെറ്റുകൾ വാങ്ങിയതിൽ 10.16 കോടി രൂപയുടെ അഴിമതിയും വിപണി വിലയേക്കാൾ ഉയർന്ന തുക നൽകി കൈക്കൂലി കൈപ്പറ്റിയെന്നും ആരോപിച്ച് DMK സർക്കാർ ജയലളിതയ്ക്കെതിരെ കേസെടുത്തു. ഇതോടൊപ്പം അന്നത്തെ ജനതാ പാർട്ടി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 66.65 കോടി രൂപയുടെ അവിഹിത സ്വത്ത് സമ്പാദന കേസും അവർക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 1996 ഡിസംബർ 7-ന് വിചാരണ കോടതി ജയലളിതയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ അന്വേഷണ സംഘം അവരുടെ അറസ്റ്റിലേക്ക് നീങ്ങി. ചെന്നൈ പോലീസ് ഗാർഡിലുള്ള ജയലളിതയുടെ വസതിക്ക് ചുറ്റും പോലീസ് വലിയ സുരക്ഷാ വലയം തീർത്തുവെങ്കിലും അറസ്റ്റ് തടയാനായി 2500ഓളം AIADMK പ്രവർത്തകർ തടിച്ചുകൂടി പ്രതിഷേധിച്ചു. കടുത്ത സുരക്ഷാ മുൻകരുതലുകളോടെ ജയലളിതയെയും അവരുടെ തോഴി VK ശശികലയെയും പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. തുടർന്ന് ചെന്നൈ സെൻട്രൽ ജയിലിൽ അടക്കപ്പെട്ട അവർക്ക് 1997 ജനുവരി 3-നാണ് ജാമ്യം ലഭിച്ചത്. ഈ കേസിലെ അറസ്റ്റിന് ജയലളിത പ്രതികാരം വീട്ടിയതാണ് കരുണാനിധിയുടെ അറസ്റ്റിലേക്ക് വഴി തെളിച്ചതെന്നാണ് ഉയർന്ന ആരോപണങ്ങളിൽ ഒന്ന്. തമിഴ്നാട്ടിൽ ഭരണമാറ്റം ഉണ്ടാകുമ്പോഴൊക്കെ പോലീസിനെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനുള്ള ഉപകരണമായി ഭരണകൂടങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപം ഈ സംഭവങ്ങളിലൂടെ കൂടുതൽ വ്യക്തമായി. കരുണാനിധിയുടെ അറസ്റ്റിൽ പ്രാഥമിക ചോദ്യം ചെയ്യലോ നോട്ടീസ് നൽകുന്നതിന് പകരം അർദ്ധരാത്രിയിലെ അതിക്രമിച്ചു കയറ്റവും പ്രായമായ വ്യക്തിയോടുള്ള നിഷ്ഠൂരമായ പെരുമാറ്റവും പോലീസ് പ്രൊഫഷനെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. അധികാരത്തിലുള്ള സർക്കാരിന്റെ ആക്രമി സംഘമായി പോലീസ് മാറുന്ന കാഴ്ചയാണ് ഈ സംഭവങ്ങളിൽ കണ്ടത്. ഈ രണ്ട് നേതാക്കളുടെയും അറസ്റ്റ് പോലെ തന്നെ നാടകീയമായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയും തമിഴ്നാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ P ചിദംബരത്തിന്റെ അറസ്റ്റ്. ദേശീയ തലത്തിൽ വൻ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിവെച്ച സംഭവമായിരുന്നു 2019 ഓഗസ്റ്റ് 21-ന് മുൻ കേന്ദ്ര ധനകാര്യ ആഭ്യന്തര മന്ത്രിയായിരുന്ന P ചിദംബരത്തിന്റെ അറസ്റ്റ്. INX മീഡിയ കമ്പനിക്ക് വിദേശ നിക്ഷേപ പ്രോത്സാഹന ബോർഡിന്റെ അനുമതി നൽകിയതിൽ സാമ്പത്തിക ക്രമക്കേടും കള്ളപ്പണം വെളുപ്പിക്കലും നടന്നുവെന്നാരോപിച്ച് CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയായിരുന്നു. ഡൽഹി ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ ചിദംബരത്തെ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾ തിരച്ചിൽ ശക്തമാക്കി. ഓഗസ്റ്റ് 21-ന് വൈകുന്നേരം AICC ആസ്ഥാനത്ത് അപ്രതീക്ഷിതമായി എത്തിയ ചിദംബരം മാധ്യമങ്ങളെ കണ്ട ശേഷം ജോർബാഗിലെ വസതിയിലേക്ക് മടങ്ങി. മിനിറ്റുകൾക്കകം അവിടെ എത്തിയ CBI ഉദ്യോഗസ്ഥർ വീടിന്റെ പ്രധാന ഗേറ്റ് പൂട്ടിയിരിക്കുന്നതിനാൽ അമ്പരപ്പിക്കുന്ന രീതിയിൽ വസതിയുടെ മതിൽ ചാടിക്കടന്നാണ് അകത്തു കയറിയത്. മുൻ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക് അന്വേഷണ ഏജൻസികൾ മതിൽ ചാടിക്കടന്ന അകത്തു കയറിയ സംഭവം തത്സമയ ദൃശ്യങ്ങളിലൂടെ അന്ന് രാജ്യം കണ്ടു. 1 മണിക്കൂറിലധികം നീണ്ട വൻ നാടകീയതക്കൊടുവിൽ അദ്ദേഹത്തെ CBI കസ്റ്റഡിയിലെടുത്തു. കരുണാനിധിയുടെ അറസ്റ്റിൽ പരക്കെ പ്രതിഷേധമുയർന്നതോടെ ജൂലൈ 4-ന് മാനുഷിക പരിഗണന മുൻനിർത്തി അദ്ദേഹത്തെ മോചിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരായി. ജയിൽ മോചിതനായ ശേഷം വാർത്താ സമ്മേളനത്തിൽ അന്നത്തെ സംഭവങ്ങൾ വിവരിക്കവേ കരുണാനിധി പരസ്യമായി വിങ്ങിപ്പൊട്ടി. പിന്നീട് ഈ കേസിൽ കൃത്യമായ തെളിവുകൾ സമർപ്പിക്കാൻ പോലീസിന് സാധിച്ചില്ല. ജയലളിത ഉൾപ്പെട്ട കളർ TV കേസിൽ 2000 മെയ് 30-ന് പ്രത്യേക കോടതി ജയലളിതയെയും ശശികലയെയും കുറ്റവിമുക്തരാക്കി. INX മീഡിയ കേസിൽ 106 ദിവസത്തെ തിഹാർ ജയിൽ വാസത്തിന് ശേഷം 2019 ഡിസംബർ 4-ന് ജസ്റ്റിസ് R ഭാനുമതിയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി ബെഞ്ച് P ചിദംബരത്തിന് ജാമ്യം അനുവദിച്ചു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ വിചാരണക്ക് മുമ്പുള്ള തടങ്കൽ ശിക്ഷയായി മാറരുത് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ്. 106 ദിവസത്തെ തടങ്കലിൽ കഴിഞ്ഞിട്ടും തനിക്കെതിരെ ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പുറത്തിറങ്ങിയ ചിദംബരം വ്യക്തമാക്കി. അധികാര ദുർവിനിയോഗത്തിന്റെ നേർസാക്ഷ്യങ്ങളായിരുന്നു കരുണാനിധിയുടെയും മാറിന്റെയും നേരെ ഉണ്ടായത്. ചിദംബരത്തിന്റെ അറസ്റ്റും സമാനതകൾ ഇല്ലാത്തതായിരുന്നു. ഉദയനിധിയുടെ അറസ്റ്റോടെ ഇനി എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് എന്നതാണ് ദേശീയ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.